യമുന നദിയിൽ ബി.ജെ.പി വിഷം കലർത്തിയെന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരെ പ്രതികരിക്കാത്തവരെ ആരും തന്നെ ഇല്ലെന്ന് പറയാം. ഇപ്പോഴത്തെ ഹരിയാന മുഖ്യമന്ത്രിയായ നയാബ് സിംഗ് സൈനി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലിനജല സംസ്കരണ പ്ലാന്റിന് 8500 കോടി രൂപ നൽകിയിരുന്നു. എന്നാൽ കേജ്രിവാൾ ഇതുവരെ അത് നിർമ്മിച്ചിട്ടില്ലെന്നായിരുന്നു നയാബ് സിംഗിന്റെ വാദം. കേജ്രിവാൾ കൂട്ടവംശഹത്യയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹം തന്നെയാണ് ഉത്തരവാദി. ഫരീദാബാദിൽ കൂട്ടവംശഹത്യ നടത്താൻ കേജ്രിവാൾ ശ്രമിക്കുകയാണ്. കാരണം യമുന നദിയിലേക്ക് മലിനജലം ഒഴുകുന്നു. രാസവസ്തുക്കളും മറ്റു തരത്തിലുള്ള മലിനജലവും അതിൽ വീഴുന്നു. അദ്ദേഹം അത് വൃത്തിയാക്കുമെന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കുകയല്ലാതെ ഇതുവരെ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടുമില്ല. സ്വന്തം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം. കേജ്രിവാൾ തന്റെ ശീഷ് മഹലിൽ STP നിർമ്മിക്കാൻ 15 കോടി രൂപ ഉപയോഗിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി STP നിർമ്മിക്കാൻ 8.5 കോടി നൽകിയെങ്കിലും അദ്ദേഹത്തിന് STP നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ കേജ്രിവാൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നതായിരുന്നു സൈനിയുടെ പരാമർശം. ഏതായാലും ശ്രദ്ധ പിടിച്ചുപറ്റാൻ കേജ്രിവാൾ ഉന്നയിച്ച വാദം വലിയ അടിയാണ് നൽകിയിരിക്കുന്നത്.